നമ്മളെ ചിക്കനൊക്കെ മുഴുവനായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇതിങ്ങോട്ട് വരട്ടി പെരട്ടി ഇങ്ങോട്ട് എടുക്കണം. മസാലയൊക്കെ ചിക്കൻ മിക്ക് നല്ലപോലെ ഇങ്ങോട്ട് പെരട്ടി എടുക്കണേ. ഹായ് ഫ്രണ്ട്സ്, ചീരുള്ളി മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോണോ അറിയോ? ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിൻ്റെ പേരാണ് ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ ക്രിസ്മസിന് എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കനും അപ്പം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ റൈസ് എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി ചിക്കൻ വേണ്ടേ? അപ്പോൾ ആ ചിക്കനാട്ടോ നമ്മൾ ഉണ്ടാക്കണേ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാറ്റി കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഇത് 1.5 കിലോ ചിക്കൻ്റെ. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കുറച്ച് നേരം വെക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ ചേർക്കണേ. ഇപ്പോൾ 1 സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ല നാടൻ മഞ്ഞപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഒരു 2.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കാൻ പോണതാ സോയാ സോസ് ആട്ടോ. ഒരു 3 സ്പൂണ് സോയാ സോസും ചേർത്തു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 4 മുട്ട ചേർക്കണം. അപ്പോൾ അത് പൊട്ടിക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതൊരു ചൈനീസ് ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നൊന്നുമില്ല, ഞാനൊരു കളറിന് വേണ്ടി ചേർത്തതാണ്. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പൊക്കെ റെഡിയാക്കി എടുത്താലോ. നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായിട്ട് നമുക്ക് ഇത് പൊരിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാട്ടോ പൊരിക്കണേ. അപ്പോൾ അത് 1 ലിറ്റർ സൺഫ്ലവർ ഓയിലാട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് കോരി മാറ്റാം. നമ്മൾ എണ്ണ ഫുള്ള് കോരി മാറ്റിയിട്ടില്ല കേട്ടോ. കുറച്ച് എണ്ണ ആ പാത്രത്തിന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതിൽ കുറച്ച് സംഭവങ്ങളോട് ചേർക്കാണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അതിൽ. അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചതച്ചത്, അത് ചേർക്കുക. അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഞേക്ക് വെല്ലുള്ളി ഞാൻ അതേപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർക്കുക. ഇതൊരു 4 വെല്ലുള്ളി കേട്ടോ. ഈ വെല്ലുള്ളി കൂടുതലായിട്ട് വാടണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴണ്ടി വന്നാൽ മതി. ഇനി നമുക്ക് എന്താ ചേർക്കേണ്ടത് അറിയോ? ക്യാപ്സിക്കം. അപ്പോൾ അത് ഒരു വലിയ ക്യാപ്സിക്കായിരുന്നു, അത് മുഴുവനായിട്ട് ചേർക്കാം കേട്ടോ. ഇപ്പോൾ വാടിയില്ല ഏകദേശമൊക്കെ. നമുക്ക് ഈ സമയത്തേ ഇതാ മുളക് പൊടിച്ചതാട്ടത്. ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, വറ്റൽ മുളക്. ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ വറ്റൽ മുളക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് എന്താ വയ്ക്കുന്ന അറിയോ? സോയാ സോസ് ഒരു 3 സ്പൂണ് വേണം കേട്ടോ. അതൊഴിച്ചു. ഇനി നമ്മൾ കുറച്ച് റെഡ് ചില്ലി സോസ് കൂടി ഒഴിക്കുക കേട്ടോ. അതൊരു 3 സ്പൂൺ ഉണ്ടാവും. ഇനി നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണേ. ഇത് ഒരു 2 സ്പൂണൊക്കെ മതി കേട്ടോ. ഈ സമയത്ത് തീ കുറച്ച് കൊടുക്കണം കേട്ടോ. ഗ്യാസിലൊക്കെ നമ്മൾ വെക്കുമ്പോഴേ സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി. നമുക്കിത് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്നുകൂടി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ വേറെ സംഭവം ചേർക്കേണ്ടതിലേക്ക് ഇതാ, ഇത് ഞാൻ 5 സ്പൂണ് കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചതാട്ടോ. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് ഈ ഗ്രേവി ഒന്ന് നല്ലോണം തിളച്ചൊക്കെ ഒന്ന് റെഡിയായി വരണം. ഈ സമയത്ത് നമുക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ പൊരിച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും
കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് പാകത്തിനൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മളെ മസാലക്കൂട്ടൊക്കെ സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനിയാണ് നമ്മളെ പരിപാടി ചെയ്യാൻ പോണേ. നമ്മൾ എന്താ അറിയോ, നമ്മൾ പൊരിച്ച് വെച്ച ചിക്കല്ലേ, ആ ചിക്കൻ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു വരട്ടി ഇങ്ങോട്ട് എടുക്കാണ്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം കേട്ടോ. നമ്മളെ ചിക്കനൊക്കെ മുഴുവനായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇതിങ്ങോട്ട് വരട്ടി പെരട്ടി ഇങ്ങോട്ട് എടുക്കണം. ഈ മസാലയൊക്കെ ചിക്കൻ മിക്ക് നല്ല പോലെ ഇങ്ങോട്ട് പെരട്ടി എടുക്കണേ. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ട്. അപ്പോൾ അത് കഴിച്ച് വെക്കണം. ആ ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. എൻ്റെ അമ്മേ, ഇതൊരു ടേസ്റ്റാവും. നമുക്കിതൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് പിടിച്ച് ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വാവ്, എന്താണ് സ്മെല്ല്! കൊതിപ്പിക്കുന്ന സ്മെല്ലാട്ടോ വരുന്നത്. നമുക്കിതൊക്കെ ഇത്തിരി മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വാങ്ങിയേക്കാം. കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മളെ ഡ്രാഗൺ ചിക്കൻ ഞാനിത് ആ ഒരു പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 അതിഥികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ നമുക്ക് വിളിച്ചാലോ? സാറ് വരി, വന്നോളൂ. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ്, ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞോളി. കഴിച്ചോളി. ചൂടുണ്ടാവും കേട്ടോ. ചൂട്. ടേസ്റ്റ് ഉണ്ടോ? ക്രിസ്മസ് സ്പെഷ്യലായ ഡ്രാഗൺ ചിക്കനാണ്. വളരെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. സ്പൈസിക്ക് സ്പൈസി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. എന്തായാലും ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ നന്നായിട്ടുണ്ട്. സാറ് ഉണ്ടാക്കി നോക്കണം വീട്ടില്. തീർച്ചയായിട്ടും. സാറ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ മറന്നു. ഇത് മക്കളെ സ്കൂളത്തെ പ്രിൻസിപ്പൽ സാറാട്ടോ. സാറ് പേര് പറഞ്ഞെടുത്തോളി. മൈസോസ് പബ്ലിക് സ്കൂൾ അരീക്കോടിലെ പ്രിൻസിപ്പലാണ്. പേര് സോണി ജോസ്. അപ്പോൾ കൂടെയുള്ളത് ഓഫീസിലെ അക്കൗണ്ടന്റ് ആണ്. എൻ്റെ പേര് ശംഷാദാണ്. ഞാനും കൂടി കഴിച്ചോട്ടെ കേട്ടോ. തീർച്ചയായിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ പറയാമെന്നല്ല, ഇവർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പറയണത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് എല്ലാവരും ഡ്രാഗൺ ചിക്കൻ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളെ ഈ വിഭവം ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം കേട്ടോ. ഓരും കൂടി ഉണ്ടായിക്കോട്ടെ. പിന്നെ ഇന്നൊക്കെ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് തന്നെ എഴുതണേ. അപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാവും. അപ്പോൾ പിന്നെ എന്താ പറയുള്ളത്? അപ്പോൾ ആരും ബേജാറാവണ്ട, അടുങ്ങാറാവണ്ട, എല്ലാവരും വെച്ചോളി, തിന്നോളി.